ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മളപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ നമ്മുടെ ലൈവ് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് വെക്റ്റർ ഫംഗ്ഷൻ, അതിൻ്റെ ലിമിറ്റ് എന്താണ്, കണ്ടിന്യൂറ്റി എന്തായിരുന്നു, പിന്നെ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിൻ്റെ ഡെറിവേറ്റീവിനെ കുറിച്ച്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒരു സ്മൂത്ത് കർവ് എന്താണെന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഈ ആറിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്, അതായത് ആർ ഡാഷ് ഓഫ് ടിയുടെ ജോമെട്രിക്കൽ ഇൻ്റർപ്രിട്ടേഷനെ കുറിച്ച് ചിന്തിക്കാൻ പോവാണ്. അപ്പോൾ നമുക്കറിയാം ഏതൊരു ഫംഗ്ഷൻ്റെയും ഡെറിവേറ്റീവ് അറ്റ് എ ഗിവൺ പോയിൻ്റ് എന്തായിരുന്നു? ഇറ്റ് ഈസ് ദി സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ത്രൂ ദാറ്റ് പോയിൻ്റ്, അല്ലെങ്കിൽ അറ്റ് ദാറ്റ് പോയിൻ്റ് എന്നാണ് നമ്മൾ റിയലിൻ്റെ കേസിലാണെങ്കിലും എവിടെയാണെങ്കിലും പറയാറ്. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് കേസ്. ആർ ഡാഷ് ഓഫ് ടി ഫോർ ആർ ഒ ഡാഷ് ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0 ഇതെന്തായിരിക്കും? ഇറ്റ് മേ ബി ഡ്രോൺ ടാൻജൻറ്റ് ടു ദ കർവ് അറ്റ് പി. ആ പി എന്ന് പറഞ്ഞ പോയിൻറ്റിൽ നമ്മൾ വരയ്ക്കുന്ന ടാൻജൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ ആർ ഡാഷ് ഓഫ് ടി കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് നമ്മൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഡെറിവേഷൻ, അല്ലെങ്കിൽ അത് എങ്ങനെ വരുന്നു എന്നാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡെൽറ്റ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്മോൾ ഡിഫറൻസ് ഇൻ ആർ അല്ലേ, അതായത് ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ഓഫ് ടി ആൻഡ് ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു 1 ബൈ ഡെൽറ്റ ടി ഇൻറ്റു ദാറ്റ് ഡിഫറൻസ്. ഇവിടെ നമ്മൾ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 കൊടുക്കുമ്പോഴാണ് നമുക്ക് ആർ ഡാഷ് ഓഫ് ടി കിട്ടുന്നത്. അതായത് ഈ രണ്ട് ഫിഗറും നോക്കൂ, ഈ രണ്ട് ഫിഗേഴ്സിൽ നമ്മൾ ഈ ഡെൽറ്റ ടി ടെൻസ് ടു 0 കൊടുക്കുകയാണെങ്കിൽ ഇത് തിരിച്ച് കയറി വരും. ഇത് മുകളിലേക്ക് കയറുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഡയറക്ഷൻ എന്താവും? ഈ ഡയറക്ഷൻ മുകളിലേക്ക് വരും അല്ലേ. ആലോചിച്ച് നോക്കൂ, ഈ പോണ റേ ഇങ്ങോട്ട് കയറും തോറും ഇവരുടെ ഡിഫറൻസ് ആയിട്ടുള്ള ഈ സാധനം മുകളിലേക്ക് പോകും. ദാറ്റ് ഈസ് ആർ ഡാഷ് ഓഫ് ടിയുടെ ഡയറക്ഷൻ ആരുടെ ഡയറക്ഷൻ അല്ലെങ്കിൽ ആരുമായി പാരലലായിരിക്കും? ആ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജൻറ്റുമായിട്ട് പാരലലായിരിക്കും. ഇതാണ് നമ്മുടെ ജിയോമെട്രിക് ഇൻ്റർപ്രിട്ടേഷൻ. അപ്പോൾ നമ്മളിതിൻ്റെ അടുത്ത സെക്ഷൻ ടാൻജൻറ്റ് വെക്റ്റർ. ടാൻജൻറ്റ് വെക്റ്റർ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ടാൻജൻറ്റ് കണ്ടുപിടിക്കാൻ എന്ത് മതി? നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് മതി. അപ്പോൾ നോക്കുക, ഗ്രാഫ് ദ കർവ് സി ദാറ്റ് ഈസ് ട്രേസ്ഡ് ബൈ ദ പോയിന്റ് പി whose position is given by r of t equal to cos 2ti plus sin tj 0 less than or equal to t less than or equal to 2pi. അപ്പം നമുക്ക് നോക്കാം, ഐ കോമ്പോണൻറ്റും ജെ കോമ്പോണൻറ്റും മാത്രമേ ഉള്ളൂ തൽക്കാലം. അതേസമയം ഗ്രാഫ് ആർ ഡാഷ് ഓഫ് 0 ആൻഡ് ആർ ഡാഷ് ഓഫ് പൈ ബൈ 6. അപ്പോൾ നമുക്ക് എന്തൊക്കെ വരയ്ക്കണം? ഈ ഗ്രാഫ് വരച്ച് നോക്കണം. മാത്രമല്ല അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഗ്രാഫ് ആർ ഡാഷ് ഓഫ് 0 ആൻഡ് ആർ ഡാഷ് ഓഫ് പൈ ബൈ 6 നമുക്ക് നോക്കാം. അപ്പോൾ നോക്കുക, നമുക്ക് തന്നിരിക്കുന്ന പാരാമെട്രിക് ഇക്വേഷൻസ് എന്താണ് ശരിക്കും? ആർ ഓഫ് ടി ഈക്വൽ ടു 2ti എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു കോസ് 2t ആൻഡ് വൈ ഈക്വൽ ടു സൈൻ ടി. നമുക്ക് ആ ടി ഈസ് വേരിയിങ് ഫ്രം 0 ടു 2pi. അപ്പം ഇതിനെ നമുക്കൊരു ജനറൽ ഫോമിലേക്ക് മാറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ നോക്കുക, കോസ് 2tയെ നമുക്ക് ഇൻ ടേംസ് ഓഫ് സൈനിൽ എഴുതാം. എങ്ങനെയാണ്? 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു കോസ് 2θ അല്ലേ. നിങ്ങൾക്കത് ട്രിഗ്നോമെട്രി എന്ന് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് എഴുതാം. അപ്പോൾ നോക്കുക, 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു കോസ് 2θ. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാം? 1 മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ്, അല്ലെങ്കിൽ 1 മൈനസ് 2 വൈ സ്ക്വയർ, 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു കോസ് 2θ. അപ്പോൾ 1 മൈനസ് 2 വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ്. അത് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതൊരു പരാബോളയാണ്. ഓക്കെ, എക്സ് ഈക്വൽ ടു 1 മൈനസ് 2 വൈ സ്ക്വയർ. അപ്പോൾ അതൊരു പരാബോളയാണ്. അപ്പോൾ ഈ സാധനം നമുക്ക് വരയ്ക്കാൻ പറ്റും. എങ്ങനെയാണ്? എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 കൊടുത്താൽ വൈ ഈക്വൽ ടു എന്താ വരിക? വൈ ഈക്വൽ ടു 1/2 അല്ലെങ്കിൽ 1/4 അങ്ങോട്ട് വരും അല്ലേ. ഓക്കെ, എക്സ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ 1 മൈനസ് 2 വൈ സ്ക്വയർ ഈക്വൽ ടു 0. that is 2y square equal to 1. therefore y square equal to 1/2. അപ്പോൾ y equal to plus or minus 1/√2 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളൊരു സെറ്റ് ഓഫ് വാല്യൂസ് നമ്മൾ എടുത്തിട്ട്
ആ ഗ്രാഫ് പരാബോള പ്ലോട്ട് ചെയ്യാം. അതിന് ശേഷം നമുക്ക് എന്ത് വേണം? ഇനി ആർ ഡാഷും ആർ ഡാഷ് ഓഫ് 0യും ആർ ഡാഷ് ഓഫ് π/6 വേണം. അപ്പോൾ അതായത് നമുക്കവിടെ ആ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് ആ പോയിന്റിൽ ഡയറക്ഷൻ എന്താണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താ വരിക? ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ത് വരും? ആർ ഡാഷ് ഓഫ് ടി. ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു എന്താ വരിക? 2 cos ടിയുടെ ഡെറിവേറ്റീവ്. 2 cos ടിയുടെ ഡെറിവേറ്റീവ് -2 sin 2t കോമ ഇതാണെങ്കിൽ cos ടി. അത് നമുക്കവിടെ തന്നിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ നമ്മളതിൻ്റെ കറസ്പോണ്ടിങ് ഡെറിവേറ്റീവ്സ് എടുക്കുക. അപ്പോൾ നമ്മൾ ആർ ഡാഷ് ഈക്വൽ ടു -2 sin 2t i പ്ലസ് കോസ് ടി ജെ എന്ന് കിട്ടി. അപ്പോൾ ഇതിനകത്ത് നമ്മളിനി ആർ ഡാഷ് ഓഫ് 0 കണ്ടുപിടിക്കണം. അപ്പോൾ ടി ഈക്വൽ ടു 0 കൊടുത്ത് നോക്കൂ. നമ്മൾ ടി ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ sin 2t ആരായി പോവും? 0 ആയി പോവും. കോസ് ടി ഈസ് 1. അപ്പോൾ ആർ ഡാഷ് ഓഫ് 0 ഈക്വൽ ടു ജെ. ഇനി ആർ ഡാഷ് ഓഫ് π/6 കൊടുത്ത് നോക്കിയേ. -2 sin 2 ഇൻറ്റു π/6. അപ്പോൾ sin π/3i പ്ലസ് കോസ് π. നമുക്ക് എഴുതാം, എഴുതി നോക്കാം അല്ലേ? ഇവർ എഴുതിയേക്കണ പോലെ ചെയ്താൽ ശരിയാവില്ല. ദാറ്റ് ഇസ് റൈറ്റ്. അപ്പോൾ ആർ ഡാഷ് ഓഫ് π/6. അപ്പോൾ ഇവിടെ നോക്കുക. ആർ ഡാഷ് ഓഫ് π/6 എന്ന് പറഞ്ഞാൽ -2 sin 2 π/6 -2 sin 2 π/6i പ്ലസ് കോസ് π/6 ജെ അല്ലേ? നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുക. യെസ്. അപ്പോൾ ഇവിടെ നോക്കൂ. -2 sin π/3. sin π/3 എന്ന് പറഞ്ഞാൽ എന്താണ്? sin 60. sin 60 എത്രയാണ്? അപ്പോൾ നമുക്ക് എത്രയാണ് വരിക? -2 ഇൻറ്റു √3/2 i പ്ലസ് കോസ് π/6 എന്ന് പറഞ്ഞാൽ കോസ് 30 എത്രയാണ്? √3/2 ജെ. അതിനല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്? യെസ്. അവിടെ ഓരോ 2 വീതം കട്ട് ചെയ്ത് കളയാൻ നമുക്കുണ്ട് അല്ലേ? അപ്പോൾ എന്താ വരിക? -√3i പ്ലസ് √3/2 ജെ എന്ന് കിട്ടി. അപ്പോൾ മറ്റേത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ നോക്കൂ. ഈ ഡയറക്ഷൻ ഐ ഡയറക്ഷനും ജെ ഡയറക്ഷനും കൂടി എങ്ങനെയാണ് വരുന്നത്? അതേപോലെ നേരത്തെ കേസിൽ ജെ മാത്രം. ജെ കോമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ നേരെ മുകളിലേക്കുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ഗ്രാഫ് തൽക്കാലം റെഡിമെയ്ഡായിട്ടുണ്ട് കണ്ടോ. ജെ കോമ്പോണൻ്റ് മാത്രം എന്ന് പറയുമ്പോൾ നേരെ മുകളിലേക്കുള്ളതും. ഇവിടെ ഈ പോയിന്റിൽ നമുക്ക് എവിടേക്കാണ് പോകണേ? ഒരു പോസിറ്റീവാണ്. √3 പ്ലസ് √3/2. അപ്പോൾ ഏകദേശം ഈ ഒരു ലെവലിലായിരിക്കും ഇവിടുത്തെ. അതായത് ഈ ആർ ഡാഷ് ഓഫ് π/6 എന്ന് പറയുമ്പോൾ ടി ഈക്വൽ ടു π/6. അപ്പോൾ എക്സ് കോമ്പോണൻറ്റും വൈ കോമ്പോണൻറ്റും നമ്മൾ സെപ്പറേറ്റ്. അതായത് 1x നമ്മുടെ ഈ ഫോർമുലയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. π/6. അപ്പോൾ cos 2t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos π/6 വരും അല്ലേ? സോറി, cos π/3 sin π/6. അപ്പോൾ cos 60 1/2 sin 30 1/2. അപ്പോൾ x ഈക്വൽ ടു 1/2 y ഈക്വൽ ടു 1/2. അതാണ് ഈ പോയിന്റ് 1/2, 1/2 എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മുടെ ഡയറക്ഷൻ, ടാൻജൻറ്റിൻ്റെ ഡയറക്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡയറക്ഷൻ ഓഫ് ആർ ഡാഷ് അല്ലെങ്കിൽ ഡ്രോ ആർ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോയിന്റിൽ വരുന്ന ടാൻജൻറ്റിൻ്റെ ഡയറക്ഷൻ. ആ ടാൻജൻറ്റ് ഇങ്ങനെയാണ് 0യിൽ ഇങ്ങനെ. അപ്പോൾ ഈ ഗ്രാഫ് നമുക്ക് ഒബ്റ്റെയിൻ ആവുന്നത് ഈ പറഞ്ഞ പോലെ എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും ഒക്കെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയാത്തവരൊന്നും കൂടിയും അത് ശ്രദ്ധിച്ചോളൂ. വരയ്ക്കാൻ നമുക്കങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ഫങ്ഷൻ, അതായത് എക്സ് ഈക്വൽ ടു 1 - 2y² അല്ലേ? 1 - 2y² എന്നാണ്. അപ്പോൾ നമ്മൾ എക്സ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ, എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് ആണ് അല്ലേ? എക്സ് ഈക്വൽ ടു 0 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നേരത്തെ നമ്മൾ പറഞ്ഞു വൈ ഈക്വൽ ടു 1/√2, ദാറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ്. അപ്പോൾ
ശരിക്കും ഈ പോയിൻറ്റും ഈ ±1/√2 ആണ്. ഇനി നമുക്ക് y ഈക്വൽ ടു 0 കൊടുത്ത് നോക്കാം. അപ്പോൾ y ഈക്വൽ ടു 0 കൊടുത്താൽ ഇറ്റ് ഇംപ്ലൈസ് x ഈക്വൽ ടു 1. y ഈക്വൽ ടു 0 ഇംപ്ലൈസ് x ഈക്വൽ ടു 1. ഇനി നമുക്കിത് ഏത് സൈഡിലേക്കാണ് ഓപ്പൺ ആയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് അറിയണം. അപ്പോൾ ഇവിടെ നോക്കാം, എക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യും തോറും വൈ വാല്യൂവിന് എന്താ സംഭവിക്കുന്നത്? വൈ വാല്യൂം ഇൻക്രീസ് ചെയ്യും. ഇനി മാത്രമല്ല, നിങ്ങളത് ജോമെട്രി ഇത് ഓൾറെഡി പഠിച്ചിട്ടുള്ളതായിരിക്കണം. എക്സ് ഈക്വൽ ടു -2y² എന്നാണെങ്കിൽ അത് ലെഫ്റ്റിലേക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു പരാബോളയായിരിക്കും. ഈ 1- എന്നതാണ് ഈ ഷിഫ്റ്റ് വന്നത്. ആ 1- കാരണമാണ് അവിടെ ഷിഫ്റ്റ്. അപ്പോൾ ഇത് ഈ ഡയറക്ഷനിൽ വരയ്ക്കാൻ നിങ്ങളിത് പഠിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ എപ്പോഴെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ അഥവാ ഒരു രക്ഷയുമില്ല, നിങ്ങൾക്കത് വരയ്ക്കാൻ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ പോയിൻറ്റുകൾ, കുറച്ച് പോയിൻറ്റ്സ് എടുക്കുക. എക്സ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു വൈ വാല്യൂസ് ആണ് കൊടുക്കേണ്ടത് കേട്ടോ. സോറി, ഇവിടെ വൈ വാല്യൂസ് എടുക്കാം. വൈ ഒരു -10 മുതൽ 10 വരെയോ ഒക്കെ ഉള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് എടുത്തത് പ്ലോട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളിവിടെ അങ്ങനെ കൊടുക്കാൻ നോക്കുക. സപ്പോസ് നമ്മൾ വൈയും എക്സും പ്ലോട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മളൊരു -4, വൈ ഈക്വൽ ടു -4 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എന്താ വരിക? വൈ ഈക്വൽ ടു -4 ആണെങ്കിൽ 16 × 2 ദാറ്റ് ഈസ് 32 -31. ഇത് 1 - 2 × 16 അല്ല 4² ആണ്. അപ്പോൾ 1 - 2 × 16, അപ്പോൾ 1 - 32 ഈക്വൽ ടു -31. അപ്പോൾ y ഈക്വൽ ടു -4 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു 31 എന്ന് കിട്ടി. ഇനി y ഈക്വൽ ടു -3 എന്ന് എടുക്കാം. അങ്ങനെ നമ്മൾ കിട്ടുന്ന ഓരോ വാല്യൂസിനും ഇത് പ്ലോട്ട് ചെയ്ത് പോവാം. അങ്ങനെ പ്ലോട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ആ ഫംഗ്ഷനെ കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ ഇതും കിട്ടും. ഇനി r' ഡ്രോ ചെയ്യാൻ പറഞ്ഞാൽ ആ പോയിൻറ്റിലെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ആ പോയിൻറ്റിലുള്ള ടാൻജൻ്റ് ആയിരിക്കും നമ്മുടെ ആ ഒരു r' എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, നെക്സ്റ്റ് ടാൻജൻറ്റ് ലൈൻ. ഫൈൻഡ് ദ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദി ടാൻജൻറ്റ് ലൈൻ ടു ദ ഗ്രാഫ് ഓഫ് ദ കർവ് C whose parametric equations are x equal to t², y equal to t² - t and z equal to -7t and t equal to 3. അപ്പോൾ നമ്മളിതിന് ആദ്യം എന്ത് ചെയ്യണം? ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ, ഇപ്പോൾ പാരാമെട്രിക് ഇക്വേഷൻസ് ആണ് തന്നിട്ടുള്ളത്, അതിനൊരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനാക്കി മാറ്റുക. അപ്പോൾ നമ്മളിതിന് ആദ്യം ഇതിൻ്റെ കറസ്പോണ്ടിങ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനാക്കി മാറ്റുക. വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനാക്കി മാറ്റുമ്പോൾ r of t ഈക്വൽ ടു xi പ്ലസ് yj പ്ലസ് zk. അപ്പോൾ അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ t² പ്ലസ് t² - tj -7tk എന്നാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാവുക? r of t ഈക്വൽ ടു t² പ്ലസ് t² - tj -7tk എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്ത് നോക്കൂ. r' of t ഈക്വൽ ടു 2ti. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2t - 1, 2t - 1j -7tയുടെ ഡെറിവേറ്റീവ് -7k. ഇനി നമുക്ക് എന്ത് വേണം? അറ്റ് t ഈക്വൽ ടു 3യിൽ വേണം അല്ലേ? അപ്പോൾ r' ഈക്വൽ ടു r' of tയിൽ കിട്ടി. അതിൽ t ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6i 5j, അതായത് t ഈക്വൽ ടു 3 കൊടുത്താൽ 2 × 3 6, 2 × 3 -1, 6 - 1 that is 5, 7k, which is the tangent vector to C at the point whose position vector is. അവിടെ അതിൻ്റെ പൊസിഷൻ വെക്റ്റർ എന്താ വരുന്നത്? ഇവിടെ r ഈക്വൽ ടു 3 കൊടുക്കുക. എന്താ കിട്ടുക? നമ്മൾ ആറിന് t എന്നുള്ള വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ r of 3 ഈക്വൽ ടു 3² 9i പ്ലസ് 3² - 3, അപ്പോൾ 6j -7 × 3 -21k. അപ്പോൾ പോയിൻ്റ് ഏതാണ്? 9, 6 -21. Using the components of r' of 3, we see that parametric equation of the tangent line are. അപ്പോൾ പാരാമെട്രിക് ഇക്വേഷൻ എന്ത് വരും? എന്താ വരിക? 9 + 60, 6 + 5t -21 - 7t. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി?
ഈ പാരാമെട്രിക് ഫോം എങ്ങനെയാണ് വരുന്നത്? എക്സ് ഈക്വൽ ടു ആ പോയിന്റിൽ എക്സ് ഈക്വൽ ടു 9 പ്ലസ് 60, അതായത് ഈ 9 പ്ലസ് 60. അതേപോലെ y ഈക്വൽ ടു 6 പ്ലസ് 5t. ഇതാവുമ്പോൾ -21 പ്ലസ് 7t. അതായത് നമ്മൾ അങ്ങനെയാണ് പാരാമെട്രിക് ഇക്വേഷൻ എഴുതുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ശ്രദ്ധിക്കുക. അതായത് ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് പാരാമെട്രിക് ഇക്വേഷൻസ് ഓഫ് ദി ടാൻജൻറ്റ് ലൈൻ ടു ദ ഗ്രാഫ് ഓഫ് ദ കർവ് C whose parametric equations are x equal to t square, y equal to t square minus t, z equal to minus 7t at t equal to 3. അപ്പോൾ നമ്മൾ ആദ്യം ഈ പാരാമെട്രിക് ഇക്വേഷനെ എന്ത് ചെയ്തു? നമുക്ക് ഈ ആ പോയിന്റിൽ ടി ഈക്വൽ ടു 3യിലുള്ള ടാൻജൻറ്റ് ലൈനിൻ്റെ പാരാമെട്രിക് ഇക്വേഷനാണ് ആവശ്യം. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ടാൻജൻറ്റുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് ആദ്യം കിട്ടുന്നത് ഡെറിവേറ്റീവ് തന്നെയാണ്. അപ്പോൾ തന്നിരിക്കുന്ന പാരാമെട്രിക് ഇക്വേഷനെ നമ്മളൊരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനാക്കി മാറ്റി. അപ്പോൾ എന്ത് ചെയ്തു? ആർ ഓഫ് ടി ഡിഫൈൻ ചെയ്തു. ആർ ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ ഐ പ്ലസ് ടി സ്ക്വയർ മൈനസ് ടി ജെ മൈനസ് 7t k എന്ന് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 2t i പ്ലസ് 2t മൈനസ് 1j മൈനസ് 7k. ഇനി ഞാൻ തന്നിരിക്കുന്ന പോയിന്റ് ടി ഈക്വൽ ടു 3യിൽ ആർ ഡാഷിൻ്റെ വില കണ്ടുപിടിക്കാം. ആർ ഡാഷ് ഓഫ് 3 ഈക്വൽ ടു 6i പ്ലസ് 5j മൈനസ് 7k. ഇനി ഈ സാധനം എന്താണ്? വിച്ച് ഈസ് ടാൻജൻറ്റ് ടു സി. ഈ വെക്റ്റർ സി എന്ന് പറഞ്ഞ ആ കർവിന് ടാൻജൻ്റ് ആയിരിക്കും ഏത് പോയിന്റിൽ? ആർ ഓഫ് 3യിൽ. ആർ ഓഫ് 3 എന്ന് പറഞ്ഞ പോയിന്റ് ഏതാണ്? അല്ലെങ്കിൽ ആർ ഓഫ് 3 എന്താ നമുക്ക് കിട്ടുക? ടി ഈക്വൽ ടു 3 കൊടുത്തു നോക്കൂ. അപ്പോൾ 9i പ്ലസ് 6j മൈനസ് 21k. അപ്പോൾ ഒരു പോയിന്റിലെ വെക്റ്ററും നമുക്കുണ്ട്, ആ പോയിന്റും ഉണ്ട്. അപ്പോൾ പോയിന്റ് സ്ലോപ്പ് ഫോമൊക്കെ നമുക്ക് ഓർമ്മയുള്ളതാണ്. അതേപോലെ പാരാമെട്രിക്കിൻ്റെ പോയിന്റ് സ്ലോപ്പ് ഫോം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുക? എക്സ് ഈക്വൽ ടു ആ പോയിന്റ് 9 പ്ലസ് 60, y ഈക്വൽ ടു 6 പ്ലസ് 5t ആൻഡ് z ഈക്വൽ ടു മൈനസ് 21 മൈനസ് 7t. ക്ലിയർ ആണല്ലോ? അത് നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ അത് എഴുതണം കേട്ടോ. ഇനി ഇതിൻ്റെ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ്. അപ്പോൾ ഒരു വെക്ടറിൻ്റെ ഹയർ ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം സെക്കൻഡ് ഓർഡർ വരെ ഉള്ളൂ. അതെന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് കോമ്പോണൻസിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ്സ് എടുക്കാം. അപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ നോക്കൂ. ഇഫ് ആർ ഓഫ് ടി ഈക്വൽ ടു ടി ക്യൂബ് മൈനസ് 2t സ്ക്വയർ ഐ പ്ലസ് 4tj പ്ലസ് ഇ റേസ് ടു മൈനസ് ടി കെ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആർ ഡാഷ് ഓഫ് ടി എന്താണ്? ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 3t സ്ക്വയർ മൈനസ് 4t. എന്താ വരിക? 3t സ്ക്വയർ, ഇതിൻ്റെ ഡെറിവേറ്റീവ് 3t സ്ക്വയർ മൈനസ് 4t പ്ലസ് 4 മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി എന്നാണ്. അപ്പോൾ 3t സ്ക്വയർ മൈനസ് 4ti പ്ലസ് 4j മൈനസ് ഇ റേസ് ടു മൈനസ് ടി കെ. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇവരുടെയൊക്കെ അടുത്തൊരു ഡെറിവേറ്റീവ്. അപ്പോൾ ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 6t മൈനസ് 4i. ഈ ടേം 0 ആയി പോകും. പ്ലസ് ഇ റേസ് ടു മൈനസ് ടി കെ. ദാറ്റ് ഈസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു 6t മൈനസ് 4i പ്ലസ് ഇ റേസ് ടു മൈനസ് ടി കെ എന്ന് കിട്ടി. ഇതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഇനി ചെയിൻ റൂള്, അതും നമുക്ക് പരിചിതമാണ് അല്ലേ? ചെയിൻ റൂൾ നമ്മൾ സാധാരണ നമ്മുടെ ഡെറിവേറ്റീവ്സിൽ പറയുന്നതാണ്. അതായത് ഈ ആർ ഈസ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആൻഡ് എസ് ഈക്വൽ ടു യു ഓഫ് ടി ഈസ് എ ഡിഫറൻഷ്യബിൾ സ്കെയിലാർ ഫംഗ്ഷൻ, ദെൻ ദ ഡെറിവേറ്റീവ് ഓഫ് ആർ ഓഫ് എസ്. ഈ സ്കെയിലാർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ റിയൽ ഫംഗ്ഷൻ ആണ് നമ്മൾ കണക്കാക്കുന്നത് കേട്ടോ. വെക്റ്റർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉണ്ടായിരിക്കും. അതിൻ്റെ ഓരോ കോമ്പോണൻസിലേക്ക് വരുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫംഗ്ഷനാണ് ഇവിടെ യു ഓഫ് ടി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡി ആർ ബൈ ഡി ടി, അതായത് ആർ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എസ് ആൻഡ് എസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി. ക്ലിയർ ആവുന്നില്ല? ആർ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എസ് ആൻഡ് എസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി.
അങ്ങനെയാണെങ്കിൽ ഡി ആർ ബൈ ഡി ടി എന്തായിരിക്കും? ആർ ഡാഷ് ഓഫ് എസ് ഇൻറ്റു യു ഡാഷ് ഓഫ് ടി. അതായത് ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ ഉണ്ട്, നോക്കൂ. ആർ ഓഫ് എസ് ഈക്വൽ ടു കോസ് 2si പ്ലസ് സൈൻ 2sj പ്ലസ് ഇ റേസ് ടു മൈനസ് 3sk. എസ് എന്ന് പറയുന്നത് ടി സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ യു ഓഫ് ടി എന്താണ്? യു ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ആ ഒരു ഡെഫിനിഷൻ പ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ്? യു ഓഫ് ടി ഈക്വൽ ടു ടി റേസ് ടു 4. അപ്പോൾ ഡി ആർ ബൈ ഡി ടി എന്താണ്? ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു ആർ ഡാഷ് ഓഫ് എസ് ഇൻറ്റു യു ഡാഷ് ഓഫ് ടി. അപ്പോൾ ഇവിടെ ആർ ഡാഷ് ഓഫ് എസ് എന്താ വരിക? കോസ് 2sൻ്റെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് 2 സൈൻ 2si പ്ലസ് 2 കോസ് 2s. ഇത് മൈനസ് വരും അല്ലേ? മൈനസ് 3 ഇ റേസ് ടു മൈനസ് 3sk ഇൻറ്റു യു ഡാഷ് ഓഫ് ടി. യു ഡാഷ് ഓഫ് ടി ആരായിരുന്നു? ഇവിടെ യു ഓഫ് ടി എന്താണ്? യു ഓഫ് ടി ഈക്വൽ ടു ടി റേസ് ടു 4. അപ്പോൾ യു ഡാഷ് ഓഫ് ടി എന്താ വരിക? യു ഡാഷ് ഈക്വൽ ടു 4 ഇൻറ്റു ടി ക്യൂബ്. അതുകൊണ്ട് ഇവിടെ പ്രൊഡക്റ്റ് എടുത്തു. എന്നിട്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ വരിക? മൈനസ് 2 ഇൻറ്റു 4. അപ്പോൾ മൈനസ് 8 ടി ക്യൂബ് സൈൻ എസിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? ടി റേസ് ടു 4 കൊടുക്കുക. സൈൻ 2 ടി റേസ് ടു 4i പ്ലസ് 8 ഇൻറ്റു ടി ക്യൂബ് കോസ് 2 ടി റേസ് ടു 4 മൈനസ് ടു 4j മൈനസ് 12 ടി ക്യൂബ് ഇ റേസ് ടു മൈനസ് 3 ടി റേസ് ടു 4k. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്തു? ഓരോ എസിനെയും ഫൈനൽ ആൻസറിലേക്ക് എത്തിയപ്പോൾ ഇൻ ടേംസ് ഓഫ് ടി ആക്കി മാറ്റി. അതാണ് ചെയിൻ റൂൾ. ചെയിൻ റൂളിൻ്റെയൊക്കെ കുറേ എക്സാമ്പിൾസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസിൽ കിടക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഇത് ഇമ്പോർട്ടൻറ്റ് റൂൾസാണ്. അതിനകത്ത് ആദ്യത്തെ 3 വലിയ കുഴപ്പമില്ല. എന്തൊക്കെയാണ്? ഒരെണ്ണം അഡീഷൻ, അടുത്തത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്കെയിലാർ ഫംഗ്ഷൻ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ സാധാരണ സ്കെയിലാർ വെച്ച് ചെയ്യുന്ന പോലെ ചെയ്യുക. അടുത്തതും വലിയ കുഴപ്പമില്ല, നമ്മുടെ പ്രൊഡക്റ്റ് റൂളാണ്. ദ ലാസ്റ്റ് വൺ അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കറിയാം വെക്ടറുകളുടെ ക്രോസ് പ്രോഡക്റ്റ് ഇസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. അതുകൊണ്ട് തന്നെ R1 ക്രോസ് R2 എന്തിനോട് ഈക്വൽ ആയിരിക്കണമെന്നില്ല? R2 ക്രോസ് R1 ഈക്വൽ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഡി ബൈ ഡി ടി ഓഫ് R1 ഓഫ് ടി ക്രോസ് R2 ഓഫ് ടി എന്ന് പറഞ്ഞാൽ R1 ഓഫ് ടി ക്രോസ് R2 ഓഫ് ടി പ്ലസ് R1 ഓഫ് ക്രോസ് R2 ഓഫ് ടി. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ തിരിച്ചെഴുതിയാൽ എന്താണ്? അതായത് ഡെറിവേറ്റീവ് ഓഫ് R1 ഓഫ് ടി ക്രോസ് R2 ഓഫ് ടി എന്ന് പറയുന്നതും ഡെറിവേറ്റീവ് ഓഫ് R2 ഓഫ് ടി ക്രോസ് R1 ഓഫ് ടി എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും ഫോർമുല ഡിഫറെൻ്റ് ആയിരിക്കും, അതിനനുസരിച്ച് അത് മാറ്റി എഴുതുക. അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് R2 ക്രോസ് R1 എന്നാണെങ്കിൽ നമ്മളിത് എങ്ങനെ തന്നെ എഴുതണം? R2 ക്രോസ് R1 ഡാഷ് പ്ലസ് R2 ഡാഷ് ക്രോസ് R1 എന്ന് തന്നെ വേണം എഴുതാൻ. ഓക്കെ, അതാണ് നമുക്കിവിടെ നോട്ട് ഓഫ് കോഷനായിട്ട് അവർ തന്നിരിക്കുന്നത്. ഇനി ഇതേപോലെ ഇൻ്റഗ്രൽ ആർ ഓഫ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് ടി പ്ലസ് എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ എന്നാണെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് ആർ ഓഫ് ടി എന്തായിരിക്കും? കറസ്പോണ്ടിങ് കോമ്പോണൻസിൻ്റെ ഇൻ്റഗ്രൽസ്. അവിടെയും ഈ ഐയും ജെയും കെയും ഒക്കെ അങ്ങനെ തന്നെ ഇടുക. ഇനി അഥവാ ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണെങ്കിൽ അതും അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഓരോന്നിനും കൊടുക്കുക. ഇനി ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണെങ്കിൽ ഓഫ് ആർ ഈസ് ഇൻ അനദർ വെക്റ്റർ ഫംഗ്ഷൻ ആർ പ്ലസ് സി സച്ച് ദാറ്റ് ആർ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ആർ ഓഫ് ടി. അതായത് ഇൻഡെഫിനിറ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് വീണ്ടും ഒരു വെക്റ്റർ തന്നെയായിരിക്കും. ഡെഫിനിറ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു പോയിൻ്റ് എന്നുള്ള രീതിക്കായിരിക്കും കിട്ടണം. മറ്റേത് വെക്റ്റർ ഫംഗ്ഷൻ തന്നെയായിരിക്കും, ഇവിടെ നമുക്കൊരു പോയിൻ്റ് ആയിരിക്കും മിക്കവാറും കിട്ടുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കൂ. ഇഫ് ആർ ഓഫ് ടി ഈക്വൽ ടു 6t സ്ക്വയർ ഐ പ്ലസ് 4e റേസ് ടു മൈനസ് 2t ജെ പ്ലസ് 8 cos 4t k
അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് ആർ ഓഫ് ടി ഡി ടി എന്തായിരിക്കും? ഓരോ കോമ്പോണൻറ്റിനെയും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രൽ ഓഫ് 6t² dt I പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് 4e -2t dt j പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് 8 cos 4t dt k. അപ്പോൾ നമ്മൾ ഓരോ കോമ്പോണൻറ്റിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? 6t² ഇൻ്റഗ്രൽ t³/3 എന്നാണ്. അപ്പോൾ 2t³ പ്ലസ് c1i പ്ലസ് ഈ ഒരു ടേമിൻ്റെ ഇൻ്റഗ്രൽ എന്താ വരിക? 4 എന്ന് പറഞ്ഞ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ e -2t/-2 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാതെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുന്നു. പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ c2. അതേപോലെ ഈ ടേമിലേക്ക് എഴുതുമ്പോൾ 8 × sin 4t / 4 എന്ന് വരും. അപ്പോൾ ഈ 8ഉം ഡിനോമിനേറ്ററിൽ 4ഉം കൂടി ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 2 sin 4t പ്ലസ് c3 k. അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ട്? 2t³ പിന്നെ മൈനസ് 2e -2t j പ്ലസ് 2 sin 4t k. ഇനി ബാക്കിയുള്ളത് c1i c2j c3k. ഇതെല്ലാം കൂടി നമുക്കൊരു കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ c ആയിട്ട് എഴുതാം. വേർ c = c1i പ്ലസ് c2j പ്ലസ് c3k. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് നല്ലോണം നോക്കുക. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഓരോ കോമ്പോണൻറ്റിനും പ്രത്യേകം ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുന്നു. ഓരോ കോമ്പോണൻറ്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ c1 c2 c3 അങ്ങനെ 3 സെപ്പറേറ്റ് നമ്മൾ കൊടുത്തിട്ട് അവസാനം ആ പോയിൻ്റ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു വെക്റ്റർ, കോൺസ്റ്റൻറ്റ് വെക്റ്റേഴ്സിന് നമ്മൾ എടുത്തിട്ട് c എന്ന് പറഞ്ഞ് വീണ്ടും റീനെയിം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇപ്പോൾ ഹയർ ഓർഡർ ഡെറിവേറ്റീവ് പറഞ്ഞു, ഇൻ്റഗ്രേഷൻ പറഞ്ഞു, പിന്നെ ടാൻജൻറ്റ് ലൈൻ പറഞ്ഞു. ടാൻജൻറ്റിൻ്റെ അവിടെ ആ ഒരു നമ്മുടെ ഒരു പ്രോബ്ലം എക്സ്ട്രാ വന്നത്, പാരാമെട്രിക് ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ വന്നതൊന്ന് ശ്രദ്ധിക്കാം. ഇനി ലെങ്ത് ഓഫ് എ സ്പേസ് കർവ്. അപ്പോൾ ഈ r of t = f of t I പ്ലസ് g of t j പ്ലസ് h of t k ഈസ് എ സ്മൂത്ത് ഫങ്ഷൻ. അത് എപ്പോഴാണ് സ്മൂത്ത് ആവുക? അതിൻ്റെ എല്ലാ കോമ്പോണൻറ്റിൻ്റെയും ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. r' of t നോൺ സീറോ ആയിരിക്കുകയും വേണം. ദെൻ ഇറ്റ് ക്യാൻ ബി ഷോൺ ദാറ്റ് ലെങ്ത് ഓഫ് ദ സ്മൂത്ത് കർവ് ട്രേസ്ഡ് ബൈ r ഈസ് ഗിവൺ ബൈ ലെങ്ത് ഓഫ് ദ സ്മൂത്ത് കർവ് s കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. s = ഇൻ്റഗ്രൽ a to b റൂട്ട് ഓഫ്, നമുക്കിത് അറിയാവുന്നതാണ്, നോമേ എന്താണ്? നോം r of t അല്ലെങ്കിൽ നോം a എന്ന് പറയുന്നത് അതിൻ്റെ കോമ്പോണൻസിൻ്റെ സ്ക്വയറിൻ്റെ സമ്മ്. അപ്പോൾ ഇവിടെ 3 കോമ്പോണൻ്റാണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് f' of t സ്ക്വയർ പ്ലസ് g' of t സ്ക്വയർ പ്ലസ് f' of t സ്ക്വയർ dt. അപ്പോൾ എല്ലാത്തിൻ്റെയും ഓരോ കോമ്പോണൻ്റെയും സ്ക്വയർ കാണുക, അവരുടെ സമ്മ് കണ്ടുപിടിക്കുക, സ്ക്വയർ റൂട്ട് എടുക്കുക, ഇൻ്റഗ്രേറ്റിംഗ് ഫ്രം a to b. അപ്പോൾ നമുക്ക് ആ ലെങ്ത്ത് കിട്ടും. ഇനി ഇത് ലെങ്ത് ഓഫ് എ സ്പേസ് കർവ് നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ, ലെങ്ത് ഓഫ് എ സ്പേസ് കർവ്. ഇനി അതേപോലെ ആർക്ക് ലെങ്ത് ആസ് എ പാരാമീറ്റർ. അപ്പോൾ എ കർവ് ഇൻ ദ പ്ലെയിൻ ഓർ ഇൻ സ്പേസ് ക്യാൻ ബി പാരാമീറ്ററൈസ്ഡ് ഇൻ ടേംസ് ഓഫ് ദി ആർക്ക് ലെങ്ത് s. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഹെലിക്സിൻ്റെ കേസിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ഹെലിക്സിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? എക്സാമ്പിൾ 1 ഹെലിക്സിൻ്റെ ഇക്വേഷൻ ഇതായിരുന്നില്ലേ? 2 cos t I പ്ലസ് 2 sin t j പ്ലസ് ടി കെ ആയിരുന്നു സർക്കുലർ ഹെലിക്സിൻ്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ r' എന്താ വരിക? r' = 2 minus 2 sin t I പ്ലസ് 2 cos t j പ്ലസ് k എന്ന് കിട്ടും അല്ലേ. ഇനി ഇതിൻ്റെയൊക്കെ സ്ക്വയർ റൂട്ട് എടുത്താൽ എന്താ കിട്ടിയിട്ടുണ്ടാവുക? നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ r' = -2 sin t I പ്ലസ് 2 cos t j പ്ലസ് k എന്ന് കിട്ടും. അപ്പോൾ നോം ഓഫ് r' എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് -2 sin t സ്ക്വയർ
പ്ലസ് 2 cos t square plus 1 square, that is square root of 2 square 4, 4 plus 4 plus 1. ശരിയാണോ? അപ്പോൾ നമ്മൾ ചെയ്ത് വന്നില്ലേ, ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതെന്തായിരുന്നു? ഇവിടെ നമുക്ക് 4, this is 4 sin square t plus 4 cos square t plus 1 എന്നായിരുന്നു, which is equal to 4 into sin square t plus cos square t plus 1 എന്നാണ്. that is square root of 4 plus 1 equal to 5. അങ്ങനെയാണ് norm of r dash equal to 5 എന്ന് കിട്ടുന്നത്, റൈറ്റ്? ഇനി നമുക്ക് എന്ത് വേണം? ഇവിടെ norm of r dash equal to root of 5 എന്ന് കിട്ടി. ഇനി s equal to integral 0 to t norm of r dash ആണ്. നമ്മൾ നേരത്തെ ഇക്വേഷൻ കണ്ടിരുന്നു. therefore s equal to integral 0 to t root 5 du എന്ന് വെച്ചാൽ റൂട്ട് 5 ടി എന്ന് കിട്ടും. ഇനി ഇവിടെ യു എന്ന് നമ്മൾ ഡമ്മി വേരിയബിൾ കൊടുക്കണമാണ്, കാരണം നമുക്ക് റൂട്ട് 0 മുതൽ ടി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഡി ടി കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഡി യു എന്ന് കൊടുത്തത് കേട്ടോ. അപ്പം അങ്ങനെയാണെങ്കിൽ ടി ഈക്വൽ ടു എന്ത് കിട്ടും? നമുക്ക് എസ് ബൈ റൂട്ട് 5 എന്ന് കിട്ടും. ശരിയാണോ? അതായത് ആർക്ക് ലെങ്ത്ത് ഡിവൈഡഡ് ബൈ റൂട്ട് 5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ വേരിയബിൾ ടി കിട്ടും. അങ്ങനെയാണെങ്കിൽ ആർ ഓഫ് എസ് എന്തായിരിക്കും? ആർ ഓഫ് എസ് ഈക്വൽ ടു 2 കോസ് ടിക്ക് പകരം എസ് ബൈ റൂട്ട് 5 പ്ലസ് 2 സൈൻ ടിക്ക് പകരം എസ് ബൈ റൂട്ട് 5 ജെ പ്ലസ് എസ് ബൈ റൂട്ട് 5 കെ. അപ്പോൾ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ഹെലിക്സ് എന്ത് കിട്ടി? എഫ് ഓഫ് എസ് ഈക്വൽ ടു 2 കോസ് എസ് ബൈ റൂട്ട് 5 g of x equal to 2 sin s by root 5 h of s equal to s by root 5. അതായത് ഒരു സർക്കുലാർ ഹെലിക്സ് തന്നിട്ട് അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ x ഈക്വൽ ടു 2 cos t, y ഈക്വൽ ടു 2 sin t, z ഈക്വൽ ടു t എന്ന് എഴുതും. ഇനി അഥവാ ആ ആർക്ക് ലെങ്ത്തിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ ഫങ്ഷൻ ഓഫ് ആർക്ക് ലെങ്ത് എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആ ആർക്ക് ലെങ്ത് അങ്ങ് കണ്ടുപിടിക്കുക. അപ്പോൾ എസ് ഈക്വൽ ടു 5t എന്ന് കിട്ടും. അവിടെ നിന്ന് നമ്മൾ ടി എന്ന് പറഞ്ഞ വേരിയബിളിനെ എങ്ങനെ മാറ്റി? ടി ഈക്വൽ ടു എസ് ബൈ റൂട്ട് 5 എന്ന് എഴുതി. എന്നിട്ട് നമ്മുടെ ആ മെയിൻ ഇക്വേഷൻ, ആ റെഡ് കളറിൽ കാണുന്ന ഇക്വേഷനകത്ത് ടിക്ക് മുഴുവൻ നമ്മൾ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു? ആ ടിയെ കംപ്ലീറ്റ് നമ്മൾ എസ് ബൈ റൂട്ട് 5 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആർ ഓഫ് എസ് ഈക്വൽ ടു 2 കോസ് എസ് ബൈ റൂട്ട് 5 ഐ പ്ലസ് 2 സൈൻ എസ് ബൈ റൂട്ട് 5 ജെ പ്ലസ് എസ് ബൈ റൂട്ട് 5 കെ എന്ന് കിട്ടും. ഇനി ഇതിനകത്ത് ഓരോ കോമ്പണൻറ്റിനെയും നമ്മൾ എന്ത് ചെയ്തു? എഫ് ഓഫ് എസ്, ജി ഓഫ് എസ്, എച്ച് ഓഫ് എസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ആർക്ക് ലെങ്ത്ത് കിട്ടും. ഓക്കെ, അത് നമുക്ക് അതിനോട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു നോട്ടാണ്. അപ്പോൾ ആ നോട്ട് നോക്കുക. അപ്പോൾ ആർ ഓഫ് ടി എന്ന് പറഞ്ഞ ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് ആർക്ക് ലെങ്ത് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്തായിരിക്കും? ആർ ഓഫ് എസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആർ ഡാഷ് ഓഫ് എസ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ടാൻജൻറ്റ് വെക്റ്റർ ആയിരിക്കുമെന്ന്. അപ്പോൾ ആറിൻ്റെ ആർക്ക് ലെങ്ത് ആണ് എസ് എങ്കിൽ ഇൻ ടേംസ് ഓഫ് ആർക്ക് ലെങ്ത് നമ്മളൊരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻ ടേംസ് ഓഫ് എസ് നമ്മൾ ആറിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ ആ ആർ ഡാഷ് ഓഫ് എസ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നോം എന്തായിരിക്കും? 1 ആയിരിക്കും. അത് നമുക്കൊരു എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാനായിട്ടുള്ളൊരു നോട്ടായിട്ട് കരുതാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർബന്ധമായിട്ടും കാണാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. താങ്ക് യു.